ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ള എന്തിനാണെന്നറിയോ? പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറച്ച് ലീഫിൻ്റെ ഡിസൈൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിനായിട്ട് ഇതുപോലെ ലീഫ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫസ്റ്റത്തെ ലീഫ് വേറൊരു മെത്തേഡ്, സെക്കൻഡ് ലീഫ് വേറൊരു മെത്തേഡ്, അങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഒക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ ലീഫിൻ്റെ പേരാണ് ഫിഷ് ബോൺ സ്റ്റിച്ച് എന്നാണ് കേട്ടോ ഈ സ്റ്റിച്ചിൻ്റെ പേര്. അപ്പോൾ ഇതിനായിട്ട് സെൻറ്ററിലൊരു ലൈൻ അത് മസ്റ്റാണ് കേട്ടോ. ആ ലൈന് പിടിച്ചിട്ടാണ് നമ്മൾ ഫുൾ സ്റ്റിച്ച് അങ്ങ് ചെയ്ത് പോകുന്നത്. വലിയ പാടൊന്നുമില്ല. 6 ലെയർ നൂല് തന്നെ എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അടിയിൽ നിന്ന് സൂചി കുത്തി പുറത്തോട്ട് എടുക്കുക. ശേഷം ലെഫ്റ്റ് സൈഡിലോട്ട് കുറച്ച് ഒരു 4 ഇഞ്ച് നീളത്തിന് താഴോട്ട് കുത്തിയെടുത്തതിന് ശേഷം സെക്കൻഡ് സ്റ്റിച്ച് നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ്? റൈറ്റ് സൈഡിൽ നിന്നാണ്. പക്ഷേ അത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റിച്ചിലെയോ അത് നമ്മൾ ആദ്യം എവിടെ നിന്നാണ് എടുത്തത് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ലെഫ്റ്റിൽ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അപ്പുറത്തായിട്ട് കുത്തി പുറത്തോട്ട് സൂചി എടുക്കുക. ശേഷം റൈറ്റ് സൈഡിലോട്ട് ഈ സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ സ്റ്റിച്ചിന് നേരെ തന്നെ ഒന്ന് കുത്തി താഴോട്ട് സൂചി എടുക്കുക കേട്ടോ. പിന്നെ എടുക്കുന്ന സ്റ്റിച്ചെല്ലാം ഇങ്ങനെ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ ആയിട്ട് തന്നെ എടുക്കണം. അടുത്ത സ്റ്റിച്ച് നമ്മൾ എടുക്കേണ്ടത് എവിടെ നിന്നാണ്? ലെഫ്റ്റിൽ നിന്ന് താഴെ നിന്ന് കുത്തി സൂചി പുറത്തോട്ട് എടുക്കുക. എന്നിട്ട് ആ സ്റ്റിച്ച് എവിടെയാണ് അവസാനിച്ചിരിക്കുന്നത് അതിൻ്റെ താഴെ നിന്ന് വേണം കുത്തി സൂചി താഴോട്ട് എടുക്കുക. നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് റൈറ്റ് സൈഡിൽ നിന്ന് കുത്തി എടുക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ സ്റ്റിച്ച്, ആ റൈറ്റ് സൈഡിലിരിക്കുന്ന സ്റ്റിച്ച് എവിടെയാണ് കുത്തി തുടങ്ങിയിരിക്കുന്നത് ആ ഭാഗത്ത് നിന്ന് കുറച്ച് താഴോട്ട് കുത്തിയിട്ട് സൂചി ഇറക്കുക. ഇതേ പ്രോസസ്സ് അങ്ങ് റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. അതായത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുത്തിയിട്ട് ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റത്തെ നൂല് എവിടെയാണോ നമ്മൾ സ്റ്റിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ടും, റൈറ്റ് സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് ഇതിന് മുന്നേ എടുത്ത സ്റ്റിച്ച് എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് കുത്തി കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. കുറച്ച് അടുപ്പിച്ച് കൊടുക്കണം. കാരണം നല്ല രീതിക്ക് ഫില്ലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഗ്യാപ്പ് ഒന്നും കാണാൻ പാടില്ല. ശേഷം നമ്മൾ ഇതെന്തിനാണ് ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സെൻറ്റർ ലൈൻ, നമ്മൾ നേരത്തെ ആദ്യം വരച്ചിരുന്ന ഒരു ലൈനില്ലേ, ആ ലൈൻ അതുപോലെ നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ പുറത്തേന്ന് കൂടി കാണണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഫുള്ളി പ്രോസസ്സ് അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈന് കറക്റ്റായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ ലീഫ് തന്നെ നോക്കിയാൽ മനസ്സിലാവും. അങ്ങനത്തെ ഒരു ലൈൻ നമുക്ക് അവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ല രസമുള്ള സ്റ്റിച്ചിൽ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ശേഷം ഞാൻ താഴത്തെ ആ ഒരു സ്റ്റെമ്മൊക്കെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറുതെ ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുത്താണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാലും കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവണ്ടയോ. വെറുതെ ലീഫ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. എന്തായാലും ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യും. അത് തുടക്കത്തിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഫൈനൽ ലുക്ക് നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റിച്ചൊക്കെ നാളത്തെ ക്ലാസ്സിലോട്ട് നാളെ തൊട്ട് ഞാൻ കാണിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ഇഷ്ടപ്പെട്ടോ? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. എല്ലാവരും കാണുന്നുണ്ട്, ആരും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.